അതെ, സംസ്കാരമില്ലാത്ത സംസ്കാരമന്ത്രി എന്ന് തന്നെ ഞാൻ എടുത്തു പറയും. ഈ മാധ്യമങ്ങൾ വെച്ചലക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ ഇത്ര അവസ്ഥയിലില്ല എന്ന് അനിൽ തോമസിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഈ സ്ത്രീകൾ പറയുന്ന പോലെ മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നു? ഞാൻ ചിന്തിക്കണ്ടേ എന്ത് നടക്കുമായിരുന്നു? ഹേമ കമ്മിറ്റി അവിടെ റിപ്പോർട്ട് പൂർത്തിവെച്ചു. നിങ്ങൾ ആരെങ്കിലും പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് കോടതിയെ സമീപിച്ചോ? അല്ല, ഇപ്പൊ പറയുന്നത് 5 വർഷം അടയിരുന്നു എന്ന് പറയുന്നത്. 5 വർഷം അടയിരുന്നപ്പോൾ എന്തോ നിർമ്മാതാക്കളൊന്നും ആവശ്യപ്പെട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പഠിച്ചാണ്, 1 കോടി സംതിങ് രൂപ മുടക്കിയതാണ്, നിങ്ങൾ പുറത്തു വിടണമെന്ന് കോടതിയെ സമീപിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചോ? മാധ്യമങ്ങൾ പോയത് എന്തുകൊണ്ടാണ്? എരിവും പുളിയും ഉള്ളത് കൊണ്ട് മാത്രം പോയതാ. എരിവും പുളിയും ഉള്ളതാണെന്ന് നിങ്ങൾക്ക് പറയാവുള്ളൂ അല്ലേ? നമസ്കാരം. മലയാള സിനിമയിൽ വലിയ വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് താരസംഘടനയിൽ 17 അംഗ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു പ്രസ്താവനയും വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉടലെടുക്കുകയും നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഒരു റിലീസ് ഇറങ്ങുകയും ചെയ്തിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന എക്സിക്യൂട്ടീവ് മെമ്പർ, അതോടൊപ്പം തന്നെ ഒരു ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ് അനിൽ തോമസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള. അനിൽ തോമസ്, നമസ്കാരം. നമസ്കാരം. എന്താണ് മലയാള സിനിമ? മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോക സിനിമയിൽ പെട്ട മേഖലയിലുള്ള ഒരു ഇടമാണ്. മോളിവുഡ് എന്ന് വിളിക്കും. നമുക്ക് ഹോളിവുഡും ബോളിവുഡും ടോളിവുഡും ഒക്കെ പോലെ മോളിവുഡ് എന്ന് വിളിക്കപ്പെടുന്നതാണ് മലയാള സിനിമ. ആ മലയാള സിനിമയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറെ വിവാദപരമായ ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ശേഷം അതിൽ പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നവീകരണങ്ങളോ ഒന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് വേറൊരു ട്രാക്കിലേക്ക് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ചാനലുകളുടെ TRP റേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 1, 2, 3 നിൽക്കും, 2 നിൽക്കും, 1 നിൽക്കും എന്നുള്ള ഒരു മത്സരം ഇപ്പോൾ ഉണ്ടല്ലോ. അതിന് പ്രൈം ടൈം യൂസ് ചെയ്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇരയാക്കപ്പെട്ടിരിക്കുന്ന സിനിമാ മേഖലയാണ്. വേട്ടയാടുന്നത് ഈ പറഞ്ഞ മീഡിയകളുമാണ്. അവർക്ക് ഫാക്ട്സ് അല്ല വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ലാത്തൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. അല്ല, ഇങ്ങനെ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഇല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒരു സംശയം അനിൽ തോമസിനുണ്ടോ? അല്ല, അത് പുറത്ത് വരണം തീർച്ചയായിട്ടും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ലെഗസി മീഡിയ എന്ന് പറയുന്ന പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്ന ലെഗസി മീഡിയ ഇന്ന് സോഷ്യൽ മീഡിയയുടെ റോളിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമോ അത് സമൂഹം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ വളരെ ക്ലിയർ കട്ടായിട്ട് ഞാനത് പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് മീഡിയ വെളിയിൽ കൊണ്ടുവരണം. എന്താണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 7 ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. ഏത് മീഡിയയാണ് ഈ 7 എണ്ണത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പീഡനം അല്ലാതെ വേറെ ഏതെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? 7 ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. ആ 7 ടേംസ് ഓഫ് റെഫറൻസ് എന്തുകൊണ്ടാണ് ഒരു മീഡിയ ഇതിനകത്ത് ഈ പറയുന്ന ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ പൊതുജനത്തിനല്ല മേ ബി ഒരു മൈനോറിറ്റിക്ക് താല്പര്യമുണ്ടാവാവുന്ന വിഷയമാണെന്നും അതാണല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപജയം. അതെങ്ങനെ ഫ്ലെയറപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഞാനതാ ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള എന്ത് നടപടികളാണ് അല്ലെങ്കിൽ മുമ്പോട്ട് എന്ത് നവീകരണം സിനിമയിൽ വേണം എന്നുള്ള ചർച്ചയോ വല്ലതും ഇവിടെ നടക്കുന്നുണ്ടോ? അല്ല, ആ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ട ആരാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇതിൻ്റെ നവീകരണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ട ആരാണ്? മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും ഈ റിപ്പോർട്ട് 5 വർഷം കൈവശം വെച്ചതിന് ശേഷം ഇത് പുറത്തു വിട്ടതും എല്ലാം സർക്കാരാണ്. എൻ്റെ ഒരു അക്കാഡമിക് ലെവലിലുള്ളൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം. ഈ പറഞ്ഞ പോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അവിടെ കിട്ടിയപ്പോൾ ഇപ്പോൾ പുറത്തു വിടുന്നത് അന്ന് പുറത്തു വിടുന്നതായിട്ട് എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായി. അതെ, അത് ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ്. അല്ല, വലിയ വീഴ്ച തന്നെയാണ്. ഈ ഞാൻ മുമ്പേ പറഞ്ഞ മീഡിയ വേട്ടക്കാരായി നിൽക്കുമ്പോൾ സർക്കാർ കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സംഭവം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള അറിയത്തില്ല ഞാൻ. 7 അല്ലല്ല, 2017
അത് WCC ഫോം ചെയ്തതിന് ശേഷം ആ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റിന് ശേഷമാണ് WCC ഫോം ആകുന്നത്. അപ്പോൾ ഇവിടെ പല ഇഷ്യൂസും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല സിനിമ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്ന് അവരാവശ്യപ്പെട്ടപ്പോൾ CM-നെ പോയി കണ്ടു. CM ആണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഇത് 16/11/2017 ടേംസ് ഓഫ് റെഫറൻസ് പറയുന്നത്. ഈ ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ കൃത്യമായിട്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സുരക്ഷ, ഇത് പ്രാക്ടിക്കൽ കിടപ്പുണ്ട്, ഉൾപ്പെടെ ആയതിനുള്ള പരിഹാരം നമ്പർ 1 ആണ്. നമ്പർ 2 സേവന അവസ്ഥകൾ, പ്രതിഫലം സംബന്ധിച്ച്. ഇത് ഇംഗ്ലീഷിലുള്ളത് ഞാൻ എൻ്റെ രീതിയിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത, ഇനി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. സിനിമയിലെ സമസ്ത മേഖലയും സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച്. 4ാമത് സ്ത്രീകളെ സിനിമയുടെ സാങ്കേതിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച്, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ചും. പിന്നെ 5ാമത്തെ പ്രസവ സമയത്തും കുട്ടികളുടെ പരിപാലന സമയത്തും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നൽകേണ്ട സംരക്ഷണത്തെ സംബന്ധിച്ചും. 6ാമത് സിനിമയുടെ ഉള്ളടക്കത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച്. 7ാമത് സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിൽ 30% സ്ത്രീകൾ എങ്കിലും പങ്കെടുക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്. നമ്മൾ മുമ്പേ അലി ചോദിച്ച പോലെ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഈ 7 ടേംസ് ഓഫ് റെഫറൻസിൽ ഒരു ഇത് വന്നിരിക്കുന്നു, ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, ഞാൻ സിനിമയിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്, സിനിമയിൽ സജീവം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടെ ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത കാലത്ത് സിനിമ ചെയ്തിട്ടുള്ളതാണ്, ഇനിയും ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഇതിൽ സംഘടനാ തലത്തിൽ അല്ലെ വ്യക്തിപരമായിട്ട് സിനിമയിലുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന എത്ര കാര്യങ്ങളുണ്ട്? അല്ല, ഈ 7 കാര്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കൃത്യമായ കാര്യങ്ങൾ, ഈ വേതനത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അത് സർക്കാരാണല്ലോ ഏകീകരിക്കേണ്ട, സർക്കാരല്ലല്ലോ. ഒരിക്കലുമല്ല. അല്ല, അത് സംഘടനയല്ല ഏകീകരിക്കേണ്ടത്. അല്ല സംഘടനയല്ല. കാരണം പറയാം, ഇത് ഫസ്റ്റ് സാധനം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും സുരക്ഷ ഉൾപ്പെടെയുള്ള ആയതിനുള്ള പരിഹാരം. ആ മേഖലയാണ് സർക്കാരും സിനിമാ മേഖലയും ഉൾപ്പെടെ. അതായത് എന്തുകൊണ്ടാണ് അന്ന് ഉണ്ടായ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റും സ്ത്രീകൾ സുരക്ഷിതമല്ല എന്ന് ഒരു വിഭാഗം സ്ത്രീകൾ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളൊരു കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള എല്ലാ വസ്തുതകളും പരിശോധിച്ച് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. അത് ഒരുമിച്ച് വേണം പരിഹാരം. ഉറപ്പായിട്ടും സർക്കാരും സംഘടനകളും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സേവന അവസ്ഥകൾ അല്ലെങ്കിൽ വേതനം സംബന്ധിച്ച് തുല്യവേതനം. എനിക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഫീൽഡ് വേണ്ട, ന്യൂസ് ചാനലിൽ നടക്കില്ല. അതെന്നാന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന പോലുള്ള ഒരു കാര്യത്തിലേ ഉള്ളൂ. ഒരിക്കലും ഒരു സ്ത്രീക്ക് മറ്റേ പുരുഷൻ്റെ അടുത്ത് തുല്യവേതനം, അതിനേക്കാളും വേതനം മേടിക്കുന്ന എത്രയോ സ്ത്രീകൾ ലോക സിനിമയിലുണ്ട്, പുരുഷനേക്കാളും മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ തുല്യവേതനം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് എ മാർക്കറ്റ്. ആ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നിർമ്മാതാവ്, അത് നിർമ്മാതാവിന് നിക്ഷിപ്തമായ കാര്യമാണ്, ഒരു സംഘടനയ്ക്ക് ഇടപെടാൻ പറ്റത്തില്ല. മറിച്ച് പാർവതി പറഞ്ഞൊരു കാര്യം, പാർവതിയാണ് പറഞ്ഞിരിക്കുന്നത് തുല്യവേതനത്തിൻ്റെ കാര്യം. പാർവതിയെ സംബന്ധിച്ചിടത്തോളം പാർവതി വാങ്ങിക്കുന്ന ഒരു സാലറി സിനിമയിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരാൾ മേടിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഹീറോയിൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പോലും പാർവതി മേടിക്കുന്ന വേതനം കിട്ടുന്നില്ല. പിന്നെ എവിടെയാണ് നമ്മൾ ഈ തുല്യവേതനം ചർച്ച ചെയ്ത് വെറുതെ എന്തിനാ സമയം പാഴാക്കുന്നത്? ഇതൊരു എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം ശരിക്കും എനിക്ക് ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന പോലും ഫ്ലിംസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയാണ്. 3ാമത്തെ കാര്യം സിനിമയിലെ സമസ്ത മേഖലയിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച്. ഇതും സർക്കാരിനും സംഘടനകൾക്കും ബാധകമാണ്. 2 കാര്യങ്ങൾ സർക്കാർ. 2ാമത്തെ കാര്യം നിർമ്മാതാവ് മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. അത് പോസിബിലിറ്റിയും ഇല്ല. നിർമ്മാതാവ് ജീവിക്കുന്ന വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ ഒരു കമ്മിറ്റി ഇടപെട്ടാലോ ഇനി ഒരു കമ്മീഷനെ വെച്ചാൽ പോലും അതിനകത്ത് നടക്കത്തില്ല. അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. 3ാമത്തെ സമസ്ത മേഖലയിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച് അത് സ്വാഭാവികമായിട്ട് ഒരു 50-50 ചാൻസാണ്. അവിടെയും സ്കില്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള മാർക്കറ്റ് അതേ നോക്കുകയുള്ളൂ. ഒരു പ്രബലയായ ഒരു സംവിധായക അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെങ്കിൽ അവരുടെ സർവീസസ് ഒരാൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ക്യാമറ വുമൺ ഉണ്ടെങ്കിൽ
അപ്പം അതിനെ ബന്ധപ്പെടുത്തിയാണ് അവർ അടുത്ത പാരിയിൽ ഇതിലേക്ക് പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളെ സിനിമയുടെ സാങ്കേതിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. അപ്പം 3, 4 ഒറ്റ കാര്യം തന്നെയാണ്. സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആര് സ്കോളർഷിപ്പ് കൊടുക്കണം? നിർമ്മാതാവ് സ്കോളർഷിപ്പ് കൊടുക്കണോ? അതാണ് സർക്കാർ അല്ലെങ്കിൽ നമ്മളിത് സംസാരിച്ച് പോകുമ്പോൾ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് 5 വർഷം മുമ്പ് കിട്ടിയിട്ട് അതിൻ്റെ പുറത്ത് അടയിരുന്ന ഒരു സർക്കാർ എവിടെയുള്ളത്? ബാക്കി വിട്ടേരെ, പീഡനം കേസിട്ട് വിട്ടേരെ, പീഡനം പിന്നെ ചർച്ച ചെയ്യാം. ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്തു? നിങ്ങൾ ചർച്ചയ്ക്ക് പോയിരുന്നതാണല്ലോ, സർക്കാരുമായിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം ചർച്ചയ്ക്ക് പോയി? തീർച്ചയായിട്ടും അത് ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങളാണ്. കാരണം കോവിഡ് വന്നപ്പോൾ വരുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചകളിൽ ഒരു പ്രാവശ്യം കണ്ടോ ഒരു ചർച്ച നടന്നു, അത് ഫ്രൂട്ട്ഫുൾ ആയില്ല. 1 മാസം കഴിഞ്ഞിട്ട് അതായത് WCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ ചർച്ച നടന്നു. അവർ പറഞ്ഞു അതിനകത്ത് ചില കാര്യങ്ങൾ, കാരണം വെച്ചാൽ അതിനകത്ത് ബാലിഷ്യമായ ചില കാര്യങ്ങൾ, അത് അവിടെ ഞാൻ തന്നെ എഴുന്നേറ്റതെന്ന് ചോദിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനർ പോലെ, അല്ലെങ്കിൽ ഇതിനകത്ത് പോയിന്റഡ് ആയിട്ടുള്ള സാധനത്തിനകത്ത് താലൂക്ക് തോറും തിയേറ്ററുകൾ പണിയണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, പക്ഷേ ഞാനിപ്പോൾ റിപ്പോർട്ട് വായിച്ചു. ഞാനല്ല 1 അല്ല 2 വട്ടം വായിച്ചു. അതിനകത്തൊരു റെക്കമെൻഡേഷനായിട്ട് കിടക്കുന്നുണ്ട്, സ്ത്രീകളുടെ സിനിമയുടെ പ്രോത്സാഹനത്തിന് വേണ്ട താലൂക്ക് തോറും തിയേറ്ററുകൾ പണിയണമെന്ന്. അതിൻ്റെ ആവശ്യമുണ്ടോ? സർക്കാർ പണിയാം. അല്ല, സർക്കാർ പണിയുന്നതല്ല. സർക്കാർക്ക് നിലവിലുള്ള എത്ര തിയേറ്ററുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്? ഞാൻ പറയാം, 2016 സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടം സംവിധാനം ചെയ്ത വ്യക്തിയാണ്. KSFDCയുടെ തിയേറ്ററുകളിൽ 3-ാമത്തെ ആഴ്ച പോയി 4-ാമത്തെ ആഴ്ച പോയപ്പോഴത്തേന് പടം ചവിട്ടി നിർത്തി തന്ന ആൾക്കാരവിടെ. നൂൺ ഷോ ആയിട്ട് കോഴിക്കോടും ട്രിവാൻഡ്രത്തും കണ്ടിന്യൂ ചെയ്തു. 50 പേര് 60 പേര് മിനിമം ഒരു ഷോയ്ക്കുള്ള സമയത്ത് അവർക്കത് പറ്റില്ല. അപ്പോൾ എന്ത് പ്രോത്സാഹനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം സിനിമകൾ, ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം, സ്ത്രീകൾക്ക് ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള ലെവലിൽ ഇത് ചെയ്യാം. പക്ഷെ അവരൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ച് ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. KSFDC 2 സിനിമകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, പോകുന്നുണ്ട്. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. അത്തരത്തിലുള്ള പോംവഴികൾ ചിലപ്പോൾ അവർ കണ്ടുവച്ച് ഇനി മുമ്പോട്ട് പോകുമായിരിക്കും. പിന്നെയുള്ളത് അടുത്തത്, പ്രസവ സമയത്തും കുട്ടികളുടെ പരിപാലന സമയത്തും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത വരുമ്പോൾ നൽകുന്ന സംരക്ഷണം സംബന്ധിച്ച് ഇത് ആര് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ 95 ജോബ് അല്ല ഇത്. അല്ല, അത്തരത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീ ചിലപ്പോൾ ഒരു 4 to 5 months ഒരു സിനിമാ സെറ്റിൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാ പ്രിവിലേജസും എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാനായിട്ട്. അത് കാരണം ഒരു നിർമ്മാതാവോ സംവിധായകനോ അവരുടെ സേഫ് സോൺ നോക്കും. ഇത് നെഗറ്റിവിറ്റി അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇത് കേന്ദ്രീകൃതമായി ചർച്ച നടത്തിയിട്ട് ഇതിനുള്ള പോംവഴി കണ്ടുപിടിക്കുക. ലോകത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുമ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. വേറെ വഴിക്കായി 100% വേറെ വഴിക്കല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്യില്ല. അല്ല, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറയാം. ഇതിപ്പം പീഡിതർ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ദുരനുഭവങ്ങൾ പറയുന്നു. ഇതൊക്കെ വെൽക്കമാണ്. എന്ത് സംഭവിച്ചു, ഇനി അത്തരത്തിലുള്ള ആൾക്കാരെ കേസെടുക്കണം, ആര് തന്നെ ആയാലും സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വന്ന ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വോളിബോൾ ടീമിൻ്റെക്കാളും കൂടുതലുള്ള ആൾക്കാരുടെ പേര് പറയുക. എനിക്ക് ദുരനുഭവം ഉണ്ടായത് സിനിമാ ഫീൽഡിൽ 6 or 7 പേരുടെ പേര് പറഞ്ഞു. ഇത് സംഭവിക്കുന്നത് അതിൻ്റെ ആ പറഞ്ഞ ആളുടെ നെഗറ്റീവ്നെസ്സോ അല്ലെങ്കിൽ ഇത് പറഞ്ഞത് കുറച്ച് കാണിക്കാനായിട്ടല്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നു, ഇത് വെളിയിൽ പറയലായിരുന്നോ? ഇത് ആദ്യത്തെ അനുഭവം ഉണ്ടായ, അല്ലെ 2ാമത്തെ അനുഭവം ഉണ്ടായപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടാകുന്ന ഒരു സ്ത്രീ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയോ ചെയ്യാകുമ്പോൾ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പോൾ 7 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ഒറ്റ ആൾ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള റെവലേഷൻസ് നടക്കുന്നതിനകത്തുള്ള ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നു, ഇതിപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോൾ പറയും ഇത് ഏതാണ്ട് സ്ത്രീവിരുദ്ധതയാണ്. അവർ പറയുന്നത് ഇരകൾക്ക് അതിൻ്റെ സംരക്ഷണം ഉറപ്പായിട്ടും കൊടുക്കണം, പരാതി കൊടുക്കണം. സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പരാതി കൊടുക്കും, ഞങ്ങൾ അന്വേഷിക്കും എന്നുള്ളത്. അത് എപ്പോൾ എവിടെ എത്തുന്നു എന്നുള്ളത് അടുത്ത ചോദ്യവും പിന്നീടുള്ള വേറെ ഡിസ്കഷനുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫോക്കസും ഇല്ലാതെ ചർച്ച എങ്ങോട്ടോ വലിച്ചുകൊണ്ട് പോയി സീരിയലൈസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് നമുക്കറിയാം, സോഷ്യൽ മീഡിയ അത്ര സീരിയസ് ആയിട്ടുള്ള സംഭവം. ഞാനിവിടുത്തെ പറഞ്ഞ ചാനലുകളാണ്, പ്രധാനപ്പെട്ട ചാനലുകൾ ഇത് സീരിയലൈസ് ചെയ്ത് ഒരു ഇക്കിളിപ്പെടുത്തുന്ന കഥകളായിട്ട് ഇത് വെക്കുമ്പോഴത്തേനും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ആർക്കെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ലല്ലോ. അടുത്ത ഒരു കേസ് ഇതുകൂടെ പറയാം.
സിനിമയുടെ ഉള്ളടക്കത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരിക്കലും സാധിക്കില്ല. ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി, ഞാനത് ഉദാഹരണത്തിന് പറഞ്ഞത് 2016 എഴുതിയ പിന്നെ മനോരാം സിംഗ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഞങ്ങൾ രണ്ടുപേരോട് ചെയ്ത സിനിമയിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രമാണ്. നേരെ മറിച്ച് 2023-24 ഇറങ്ങിയപ്പോൾ ഞാൻ തന്നെ എഴുതിയ ഇതിനകത്ത് ഒരു പുരുഷ കേന്ദ്രീകൃത കഥാപാത്രമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന സാധനമാണ്. എന്നാൽ ഒരു 30% സ്ത്രീക്ക് 30% വേറൊരു വിഭാഗത്തിന് അല്ലെങ്കിൽ 30% പുരുഷനെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അത് അത്തരം കാര്യങ്ങളിലുള്ള ശുപാർശ, അത് ടേംസ് ഓഫ് റെഫറൻസാണ് ഞാൻ പറഞ്ഞത്. സർക്കാർ കൊടുത്തിരിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസാണ്. ഇതാര് കൊടുത്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം ഈ 7 മറ്റേ ടേംസ് ഓഫ് റെഫറൻസുകളിൽ നമുക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിൽ 30% സ്ത്രീകൾ പങ്കെടുക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം സംബന്ധിച്ചും പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് 33% വനിതകൾ ഇന്ത്യയിൽ മത്സരിക്കാൻ സാഹചര്യം ഉണ്ടാക്കണമെന്ന്. ഇന്നും അത് ചർച്ചയായിട്ട് അവിടെ നിൽക്കുന്നതല്ലാതെ എത്ര വനിതകൾ പാർലമെൻറ്റിലും നിയമസഭയിലും ഉണ്ടെന്നറിയാം. 30 അല്ല 40% സിനിമയിൽ ഇത് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് എ ക്രിയേറ്റീവ് ജോബ്. സംവരണ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒന്നല്ല സിനിമ. അപ്പോൾ ഇത് ഏതോ സർക്കാർ ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ പുള്ളിയുടെ ജോബ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി കൊടുത്തതാണെന്നാണ്, അല്ലെങ്കിൽ സീരിയസ് ലെവലിൽ ഇത് ആരാണ് ഇതിൻ്റെ നറേറ്റീവ് ഫിക്സ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അപ്പോൾ ഇത് സീരിയസ് എങ്കിലും ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂ സ്ത്രീ പീഡനവും സ്ത്രീയുടെ സുരക്ഷയും സംബന്ധിച്ചുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യം ചർച്ച ചെയ്യണം. ഇനി അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ഹേമ മാം അല്ലാതെ അവിടെ അതിനകത്തുള്ള ശാരദ മാഡവും വത്സലകുമാരിയും അവർ 3 പേരും കൂടെ ഇത് ചെയ്തിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂണലിനെ കുറിച്ചാണ്. ഒരു ട്രിബ്യൂണലാണ് ഇവരൊരു ശുപാർശ. ആ റിപ്പോർട്ട് വായിച്ചു കാണും. ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്ന നിലവിലുള്ള നിയമസംഹിതയ്ക്ക് ഉള്ള സാധനം തന്നെയാണ് ഈ ട്രിബ്യൂണൽ. ഒരാൾക്ക് പരാതിപ്പെടാം, കേസെടുക്കാം. അതിവിടെ ഈ നിയമ സിസ്റ്റം ഉണ്ടല്ലോ. എന്തിനാണ് വേറൊരു ട്രിബ്യൂണൽ ഉണ്ടാക്കുന്നത്? വേറെ അമ്പരിപ്പിക്കുന്ന വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ICCയെ മറ്റേ ഫലവത്താകില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ICC ഫോം ചെയ്യുന്നതിന് മുമ്പാണ് ഹേമ കമ്മിറ്റി, അതായത് സിനിമാ മേഖലയിൽ ICC അതിന് മുമ്പാണ് ഇത് വന്നത്. അപ്പോൾ അന്ന് തന്നെ അവരതിൻ്റെ അപ്രിഹെൻഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ ഫലവത്താകുക എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൂടെ കാരണം ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമല്ലേ. അതെ അതെ. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോഷ് ആക്ട് പ്രകാരമാണ് ICC രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ LC ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇത് 1, 2, 3 ഫോൾഡായിട്ട് നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇതിപ്പം വേറൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ട്രിബ്യൂണൽ രൂപീകരിക്കണത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഒരു കോടതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ IPS ഓഫീസേഴ്സ് സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സർക്കാർ വ്യക്തമാക്കണ്ട. അല്ല, ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ ആദ്യം തുടങ്ങിയിടത്തുനിന്നാണ്. 5 വർഷമായിട്ട് ഇതിനെ പുറത്ത് അടയിരുന്നു സർക്കാർ. എന്നിട്ട് ഇപ്പം കുടത്തിൽ നിന്ന് ഭൂതം തുറന്നു വിട്ടിരിക്കുന്ന പോലെ ഇത് തുറന്നങ്ങ് വിട്ടിരിക്കുക. ഇത് ഒരുപാട് പേരുടെ അന്നമാണ്. 10,000-കണക്കിന് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടത്ത് 40-50 പേര് പോയി അനുഭവം പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. അവർക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ ബാക്കിയുള്ള 1000-കണക്കിന് ആൾക്കാർക്ക് ഇത് അന്നമാണ്. ഇതിനെ അങ്ങ് ചവിട്ടിത്താഴ്ത്തി ഡാമേജ് ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ളൊരു വിചാരം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെ ഒരു നിയമ സംവിധാനം, ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ നിയമ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത് ശുപാർശകളാണ്. ഹേമ കമ്മിറ്റിയിൽ 66 പേര് പോയാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ പീഡന കഥകൾ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നീതി ലഭിക്കുന്നവരെ ഒരു പോരാട്ടം, ഇതെല്ലാം മാറ്റുക, നീതി ലഭിക്കുന്നവരെ ഒരു പോരാട്ടം, ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും അവർക്ക് നീതി ലഭിക്കുന്നവരെ ഒരു പോരാട്ടത്തിന് ഇപ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കാം. അത് നീതി വേണം, ഇവരുടെ കാര്യത്തിന് നീതി വേണം. അത്തരം ഒരു കാര്യത്തിൽ സംഘടന മുന്നോട്ട് വരാൻ തയ്യാറാകണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ആദ്യം വ്യക്തി തയ്യാറാകണം, പിന്നെയല്ലേ സംഘടന. പരാതിപ്പെട്ട വ്യക്തി തയ്യാറാകണം. പക്ഷെ വേറെ നമ്മുടെ മുമ്പിലുണ്ട്, അതായത് എത്രയോ കേസുകളുണ്ട്. അതായത് രാഷ്ട്രീയ രംഗത്തെ പീഡനങ്ങളുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഇത് പ്രൊലോങ് ചെയ്തു പോകുന്ന കേസുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇരകൾ പറയുന്നത് ഞങ്ങൾ പരാതിപ്പെടാനില്ല. അപ്പോൾ ടോട്ടലി ദർ ഇസ് സംതിങ് റോങ് വിത്ത് സിസ്റ്റം. പരാതിപ്പെടാൻ പോകുന്ന സ്ത്രീകൾക്ക് വരുന്ന ഒരു 15 അംഗ പവർ സംഘം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ പ്രവർത്തനം ഇവരെ അടിച്ചമർത്തും എന്ന് പറയുന്നുണ്ട്.
ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായിട്ട്. ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. അല്ല, ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി പറയുന്നത് 2019 ഒരു സമർപ്പിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, എനിക്ക് 18 19 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് സമർപ്പിക്കുമ്പോൾ അതിന് മുന്നേ ഒരു 15 വർഷം മുമ്പുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 20-30 കൊല്ലം ഉള്ളവർ ദുരനുഭവം പറഞ്ഞിട്ടുണ്ട്. വാതിലിൽ മുട്ടി അല്ലെങ്കിൽ മതിലെടുത്തിയാടി എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 2019 അല്ലെ 20 ശേഷമുള്ള നറേഷൻ അല്ലല്ലോ, അല്ല അതിന് മുമ്പുള്ളതാണ്. ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയും ഉള്ള പരാമർശങ്ങളിൽ ഒന്ന് കൃത്യമായിട്ട് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ ആ പോയിന്റ് എടുത്ത് വായിച്ചു തേക്കാം. കൃത്യമായിട്ട് തിലകൻ ചേട്ടനാണെന്നും തിലകൻ ചേട്ടൻ മാഫിയ എന്ന് വിളിച്ചതിനെ പറ്റി അവിടെയുണ്ട്. അതായത് നറേഷൻ ഇങ്ങനെയാണ്: വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ കേരള. ഈ മാഫിയ എന്ന് വിളിച്ചത് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുരനുഭവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ പവർ ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്നുണ്ടായപ്പോഴത്തേന് അത് പവർ ഗ്രൂപ്പാണെന്നുള്ളതാണ് അവരുടെ നിർവചനം. പിന്നീട് ആ താരങ്ങളും ഫിലിം ചേംബറുമായിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ബേസിൽ തർക്കങ്ങൾ നടന്നപ്പോഴത്തേനും അത്തരം കാര്യങ്ങൾ നറേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്ട ഫെഡറേഷൻ പിളർന്നപ്പോൾ അത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തവർ ഓപ്പോസിറ്റ് സൈഡിനെ ആരാണോ അന്ന് പ്രബലമായത് അവരെ പവർ ഗ്രൂപ്പ് എന്ന് അഭിസംബോധന ചെയ്തതായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സാധനം എടുത്ത് വെച്ച് 2024 പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരാണ്? എനിക്ക് അറിയാം, സത്യം പറഞ്ഞാൽ ആ പവർ ഗ്രൂപ്പിനെ നമ്മളങ്ങ് ഇത് ചെയ്താൽ പോലെ, എക്സ്പോസ് ചെയ്താൽ പോലെ. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിന് ഇന്ന് പവർ ഗ്രൂപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ 10-12 പേർക്ക് സാറ്റലൈറ്റ് എന്നില്ല, OTT വാല്യൂ ഉള്ളൂ. പ്രബലമായ നടന്മാരുണ്ട്, പ്രബലമായ സംവിധായകരുണ്ട്. അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പ്രൊജക്റ്റുകൾ നടത്തുന്നു. അവർക്ക് താല്പര്യമുള്ളവരെ ആ സിനിമയിൽ വെക്കുന്നു. ആ താല്പര്യമുള്ള OTTക്കാർ ഇത് മേടിക്കുന്നു. അതിനെ വേണേൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, എനിക്ക് വേണേൽ വിളിക്കാം. ആ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെ സർക്കാർ വിളിച്ച് പറഞ്ഞാൽ പോലെ മര്യാദയ്ക്ക് നീ ഇരുന്നോളാം, നീ അകത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പവർ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കും? ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റിയിൽ പറയുമ്പോൾ പവർ ഗ്രൂപ്പ് ആരാന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ അല്ലേട്ടൻ പറയുന്നത് തിലകൻ അന്ന് പറഞ്ഞു ഒരു മാഫിയ ഉണ്ടെന്ന് നമ്മളിപ്പോഴും അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പേജിൽ അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ ആ മെൻഷൻ ചെയ്യുന്നതിനൊപ്പം അതും കൂടെ ചർച്ച ചെയ്യപ്പെടണം. അന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കണം ചർച്ച പോകേണ്ടത്. തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും. അതിന് പകരം മറ്റേ സിനിമയിൽ ഇന്ന് പറഞ്ഞത് അറ്റ് പ്രസന്റ് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള ലെവലിലല്ലേ നറേറ്റീവ്സ് മുഴുവൻ പോകുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇരകളായി വന്ന സ്ത്രീകളും പറയുന്നു. അതല്ലാതെ സിനിമാ മേഖലയിൽ ആക്റ്റീവായി നിൽക്കുന്നവർ പറഞ്ഞു ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് സ്ത്രീകളും പുരുഷന്മാരും. എന്നോട് ശ്വേതാമേനോൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് പവർ ഗ്രൂപ്പ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ വിശ്വസിക്കില്ല. അത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ഇന്ന് ഒരു സിനിമ ഇവിടുത്തെ മാർക്കറ്റുള്ളൊരു നടൻ സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു, അതിൻ്റെ സംവിധായകനെ തീരുമാനിക്കുന്നു. ഈ നടന്മാരാരും ജന്മന നിർമ്മാതാക്കളായി വന്നവരല്ല. ഞങ്ങളിവിടെ കുറച്ച് പേര് കൈക്കാശ് മുടക്കി നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവർ അവരുടെ ഫെയിം കിട്ടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ മണി അതിനകത്ത് കൃത്യമായിട്ട് വരുമെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിർമ്മാതാക്കളായി മാറിയവരാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തീരുമാനിക്കുന്നു. അതിനകത്ത് അവർക്ക് താല്പര്യമുള്ളവരെ ചിലപ്പോൾ അവർ വെക്കും. ഞാനത് വേറെ കാര്യം കൂടെ പറയും. ഇപ്പം പിരിച്ചുവിട്ട അമ്മയുടെ ഈ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റി ആദ്യമായി പ്രൊഡ്യൂസർ അസോസിയേഷൻ എഴുതിയ കത്ത് ഒരു അഭ്യർത്ഥനയാണ്. അതായത് ഇവിടുത്തെ പല സീനിയർ അംഗങ്ങൾക്ക് തൊഴിലില്ല, അവരെ എവിടെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റോടുകൂടിയാണ്. അപ്പോൾ ഈ പുതിയ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം സിദ്ദിഖ് ഇപ്പോൾ രാജിവെച്ച സിദ്ദിഖ് ഒപ്പിട്ട കത്തിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പേര് എന്നെ ആരും ക്രൂശിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആരാണ് തൊഴിൽ നിഷേധിക്കുന്നത്? ഏത് പവർ ഗ്രൂപ്പാണ് അവിടെ തടയിടുന്നത്? 506 അംഗങ്ങളുള്ള അമ്മയിലെ ഒരുപാട് പേർക്ക് നഗ്ന സത്യമാണത്. സീനിയറായിട്ടുള്ള പലർക്കും ജോലിയില്ല. കാരണം വെച്ചാൽ ഇന്ന് പറയുന്ന സിനിമയുടെ ട്രെൻഡ് അതല്ല. അവർക്ക് ഒരു 20 കൊല്ലോ 25 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന നടന്മാരെക്കുറിച്ചോ നടിമാരെക്കുറിച്ചോ ചിലപ്പം അറിയാൻ മേലാത്ത സിനിമാ സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഇന്നിവിടെ കാണും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചർച്ച പോകുന്നില്ല. ഞാൻ പറയുന്നത് അമ്മയുടെ ലെറ്റർ ഹെഡിൽ അഭ്യർത്ഥിച്ചാണ് അവരെ അംഗങ്ങൾക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള ലെവലിൽ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു പവർ ഗ്രൂപ്പ് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് ഫോക്കസ്ഡ് അല്ല. ഇവിടെ ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് അല്ലാതെ വെറുതെ ഇതിൻ്റെ എന്താ പറയുന്നത്, അവർക്ക് കൺവീനിയൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് അങ്ങ് അലക്കുകയാണ്. അലക്കി ഇപ്പോൾ തുണി കീറി വെളുക്കുന്നില്ല. ഈ മാധ്യമങ്ങൾ വെച്ചലക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ അലക്കലിൽ എന്ത് പറഞ്ഞ ഈ മാധ്യമങ്ങളിലേക്ക് തീർച്ചയായും അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങളില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നു ഞാൻ ചിന്തിക്കണ്ടേ? എന്ത് നടക്കുമായിരുന്നു മാധ്യമങ്ങളില്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ത് നടക്കുമായിരുന്നു മാധ്യമങ്ങളിൽ പുറത്തു വരുമോ? ഏതാ ഈ കാര്യം ഹേമ കമ്മിറ്റി അവിടെ റിപ്പോർട്ട് പൂത്തിവെച്ചു. നിങ്ങൾ ആരെങ്കിലും പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് കോടതിയെ സമീപിച്ചോ? നിങ്ങൾ സമീപിച്ചോ? അല്ല, കോടതിയെ WCC സമീപിച്ചു. അല്ലല്ല, ഞങ്ങൾ നിർമ്മാതാക്കളെ സമീപിക്കേണ്ട ആവശ്യകത അവിടെ എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ അറിയേണ്ടതെന്ന് വെച്ചാൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അല്ല, ഇപ്പൊ പറയുന്നത് 5 വർഷം അടയിരുന്നു എന്ന് പറയുന്നത്. 5 വർഷം അടയിരുന്നപ്പോൾ എന്തോ നിർമ്മാതാക്കളൊന്നും ആവശ്യപ്പെട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പഠിച്ചാണ്, 1 കോടി സംതിങ് രൂപ മുടക്കിയതാണ്. നിങ്ങൾ പുറത്തു വിടണമെന്ന് കോടതിയെ സമീപിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചോ? നിർമ്മാതാക്കളെ അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് സർക്കാരിന്റെ ജോലിയാണ്. അല്ല, നിർമ്മാതാക്കൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടിട്ട് എന്താണെന്നുള്ള ആകാംക്ഷയോട് കൂടി അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അവരെന്തിനാണ് ഇവിടെ ടേംസ് ഓഫ് റെഫറൻസ് മാധ്യമങ്ങളുടെ പോയതുകൊണ്ട്? അല്ല, മാധ്യമങ്ങൾ പോയത് എന്തുകൊണ്ടാണ്? എരിവും പുളിയും ഉള്ളത് കൊണ്ട് മാത്രം പോയതാ. എരിവും പുളിയും ഉള്ളതാണെന്ന് നിങ്ങൾക്കും അറിയാവുള്ളൂ. ഏതാ അല്ലേ? എരിവും പുളിയും ഉണ്ടെങ്കിൽ വാർത്ത പുറത്ത് വരണം. അല്ലെ, വാർത്ത പുറത്ത് വരണമല്ലോ. ഒരു സർക്കാർ എന്തിനാണ് ഇത് നിയോഗിക്കുന്നത്? ഞാൻ അത് സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് ഹേമയെ വെക്കുന്നു, അന്വേഷണം നടക്കുന്നു. അത് 7 വർഷം, 2 വർഷം അത് പഠിക്കാൻ നിൽക്കുന്നു, 5 വർഷം ഇത് അടയിരുന്നു. അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഇത് പുറത്ത് വിടണമെന്നൊരു ആവശ്യം ശക്തമായപ്പോൾ അന്ന് AK ബാലൻ മന്ത്രിയായിരുന്നപ്പോൾ AK ബാലൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അന്ന് WCC അംഗം പറഞ്ഞിരുന്നു ഇത് പുറത്ത് വിടരുത് എന്ന് AK ബാലൻ പറയുന്നു. അന്നത്തെ വിവരാവകാശ കമ്മീഷൻ പറയുന്നുണ്ട് ഇത് പുറത്ത് വിടരുതെന്ന് പറഞ്ഞ് അന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ച് കഴിയുമ്പോഴത്തേനും മിനിമം സാംസ്കാരിക വകുപ്പിൽ ഒരു 10 പേരല്ലേ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കാണുമല്ലോ? എന്താണ് മന്ത്രി പറഞ്ഞത്? മന്ത്രിക്ക് അറിയാം, വിവരക്കേടല്ലേ? വിവരക്കേട്. അതെ, സംസ്കാരമില്ലാത്ത സംസ്കാര മന്ത്രി എന്ന് തന്നെ ഞാൻ എടുത്തു പറയും. അദ്ദേഹം റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ സാംസ്കാരിക മന്ത്രിക്ക് എന്താണ് അതിനകത്ത് റോളുമില്ലേ? അതിലൊക്കെ വീഴ്ച ഉണ്ടെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത് മാധ്യമങ്ങൾ ഇതിന്റെ പിറയിൽ നടന്നത്. അല്ലല്ല, മാധ്യമങ്ങൾ പുറകിൽ നടന്നതോ ഇത് വെളിയിൽ കൊണ്ടുവന്നോ ഒന്നുമല്ല ഞാൻ കുറ്റം ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പൊ 19 തൊട്ട് ഏകദേശം 26-27 തീയതി വരെ ആയി. ഇതിനകത്ത് സുഹൃത്തെ, നിങ്ങൾ തന്നെ പോയി കവർ ചെയ്ത് നിങ്ങൾ തന്നെ ലോകത്തിന്റെ മുമ്പിൽ ദയനീയാവസ്ഥ പറഞ്ഞ വയനാട് അവിടെ കിടക്കുന്നു. അതിൻ്റെ ഫോളോ അപ്പ് സർക്കാർ ഇന്നിപ്പം മുഖ്യമന്ത്രി പോയി 2000 കോടി ആവശ്യപ്പെടാനായിട്ട് PM-ൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിലീഫ് പ്ലാൻ എന്നുള്ള സാധനം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ചർച്ച ഏതെങ്കിലും മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു സംശയമില്ല. ചെയ്യുന്നില്ല ഇല്ല. ഗുരുതരമായി ഞാൻ ഇവിടെ രാത്രി ഉറങ്ങിക്കിടന്ന 500 സഹോദരങ്ങൾ മരണപ്പെടുകയും മണ്ണിനടി പോവുകയും ചെയ്തു. ഇത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സാധനം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതിനകത്തൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് കിട്ടുമ്പോൾ അവർ കൃത്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതും ചർച്ച ചെയ്യണം. സിനിമയിലുള്ള മോശം അവസ്ഥകൾ പുറത്തു കൊണ്ടുവരിക തന്നെ. സിനിമയിൽ ഇത്ര അവസ്ഥകളില്ല എന്ന് അനിൽ തോമസിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഈ സ്ത്രീകൾ പറയുന്ന പോലെ വാതിൽക്കൽ മുട്ടുന്ന ഒരു സമ്പ്രദായം, വഴങ്ങിയില്ലെങ്കിൽ അഭിനയിക്കാൻ അവസരം കിട്ടില്ല, ഈ സ്ത്രീകൾ പറയുന്ന കാര്യം നടക്കുന്നില്ലേ സിനിമയിൽ? ഉറപ്പായിട്ടുമുണ്ട്. കാസ്റ്റിംഗ് കൗച്ചുണ്ട്. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലരെ ആ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിലായിരിക്കും ചിലരെ മാറ്റി നിർത്തുന്നത്. ഇത്തരം പ്രവണത ഇല്ല. ഞാൻ ഇവിടെ സിനിമയിൽ അത് കാലാകാലങ്ങളിൽ സിനിമയുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റുമോ? ഇത് കൃത്യമായിട്ട് അതുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ സേഫർ സോണിലേക്ക് സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ എരവാദവും അല്ലെങ്കിൽ ആരുടെയും പേരുകൾ മാത്രം വെളിപ്പെടുത്തുന്നതിലും കുഴപ്പമില്ല. ഈ പേരുകൾ ഉള്ളതാണ് വെട്ടിമാറ്റപ്പെട്ടതെന്നൊക്കെ ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. കാരണം ഇപ്പം ഇവർ ഈ 20-ാം പേജിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ഇരകളുടെയും വേട്ടക്കാരുടെയും എല്ലാം പേരുകൾ കൊടുത്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് തോന്നാൻ പറ്റുമോ? അല്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ പേര് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അല്ല, ആ പേര് കൊടുത്തിട്ടുണ്ടാവാം. ചില പരാമർശങ്ങൾ നടത്തിയിട്ട് ചില XY എന്നുള്ള പേരുകൾ പലരും പറഞ്ഞത് ആ പേരുകൾ ഇവിടെ വെളിപ്പെടുത്തരുതെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അത് എടുത്തത്? ഏതൊരു ചോദ്യം. പിന്നെ എന്തിനാണ് ഇവർ തെളിവെടുത്തത്?
അതാണ് അറിയില്ലത്. അതായത് ആദ്യത്തെ പോയിന്റ് ടേംസ് ഓഫ് റെഫറൻസിലേക്ക് ചെല്ലുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയും കാര്യങ്ങളും എല്ലാം ആകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് തിക്താനുഭവം ഉള്ളവർ പോയി പേര് പറയും. എനിക്കൊരു അനുഭവം ഉണ്ടായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ അതാ സമഗ്രമായി ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകേണ്ട സാഹചര്യം ട്രിബ്യൂണലാണെന്നാണ് ഹേമ ഉൾപ്പെടെയുള്ള കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഞാനതാ പറഞ്ഞത്, ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം പറയുമ്പോഴത്തേനും ഒരാൾക്ക് പോയി അവിടെ ഇത് ജുഡീഷ്യൽ സ്വഭാവം ഉണ്ടാവണം, അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഈ നിയമ സംവിധാനം ഇവിടെ ഇല്ലേ? ഇപ്പോൾ താരസംഘടന അമ്മ അതിലേക്കൊന്നും വരാം. ഇപ്പോൾ താരസംഘടന അമ്മയിലുള്ള ഒത്തിരി ആളുകൾക്കെതിരെ ആരോപണമായി സ്ത്രീകൾ വരുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, മെയിൻ സ്ട്രീമിലുള്ളവരെല്ലാം വരുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അത്തരം ഒരു പരാതി വരുമ്പോൾ ഇപ്പുറം നിൽക്കുന്നവരും മനുഷ്യരാണ് അല്ലേ? അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഇപ്പുറം നിൽക്കുന്നവരും മനുഷ്യരാണ്. പിന്നെ ഇത് നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്കും ഒരു കുടുംബമുണ്ട്, അത് ചിന്തിക്കണം, അത് കൃത്യമായിട്ട് ചിന്തിക്കണം. പക്ഷേ ഇവർ പരാതിയുമായിട്ട് പോകുന്നതാണ് നല്ലത്, അല്ലാതെ പെട്ടെന്ന് ഒരാളുടെ പേര് വരുമ്പോൾ എടുത്തു കൊടുക്കുന്നത് മാന്യതയാണോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഒരു പേര് വെളിപ്പെടുത്താൻ ആർക്കും പറ്റും. പേര് വെളിപ്പെടുത്തി ആരെയും ഷെയിം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അതാണിപ്പോൾ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയടിക്ക് 7 പേരുടെ പേര് പറഞ്ഞു ഒരാൾ തന്നെ. ഇതിൻ്റെ പറവിൽ ബ്ലാക്ക് മെയിൽ ഉണ്ടോ, പൈസയ്ക്കുള്ള അങ്ങനെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? അത് വിശ്വസിക്കുന്നല്ലോ? അല്ലല്ല, അത് പറയാൻ പറ്റില്ല. ബ്ലാക്ക് മെയിലിങ് അത്തരത്തിൽ പൈസ കിട്ടാനായിട്ട് ഇങ്ങനെ പോയി പറയേണ്ട ആവശ്യം അല്ല. പേര് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ചിലപ്പോൾ പൈസ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ല, പേര് പറഞ്ഞിട്ട് കിട്ടാനായിട്ടുള്ള സാഹചര്യം കുറവായിരിക്കും. ഇത് വേറെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് മറ്റേ ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതിനൊരു സർക്കാർ ഒരു നടപടിയിലേക്ക് വേണം. ഇങ്ങനെ ഡെയിലി ആളുകളുടെ ആരോപണമായിട്ട് സ്ത്രീകൾ വരുന്നവർക്കുണ്ടായ അനുഭവമായിരിക്കാം, ഇല്ല നമ്മൾ പറയുന്നില്ല, അനുഭവമായിരിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ സർക്കാർ ഒന്ന് ഇടപെട്ട് ഇതിനൊരു, എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്കിലും സർക്കാർ വൈകിയ വേളയിൽ ഇടപെടുന്നുണ്ട്. കാരണം 10-ാം തീയതി കോടതിയുടെ മുമ്പിലേക്ക് ഇത് സീൽ വെച്ച കവറിൽ പോവുകയാണ്. അതെ, അപ്പോൾ അത് അടുത്ത തലത്തിലേക്ക് പോകും. കാരണം കോടതിയുടെ മുമ്പിൽ ഇത് വരുമ്പോഴത്തേനും കോടതിയുടെ റിമാർക്സ് എന്താണ്, ഒബ്സർവേഷൻസ് എന്താണെന്ന് പറയാനായിട്ട് പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. വാട്ട് ആക്ഷൻ ഹാവ് യു ടേക്കൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനാണിപ്പോൾ 5-6 IPS ഓഫീസേഴ്സിനെ ഉൾപ്പെടെ ഇത് ചെയ്തിരിക്കുന്നത്. അവർ തെളിവെടുക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അവർ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇമെയിൽ ID ഉൾപ്പെടെ അവർ പ്രസിദ്ധീകരിച്ച് പരാതികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടുന്ന ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. മാധ്യമങ്ങളോട് പറയാതെ നേരിട്ട് പരാതികൾ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും മാധ്യമങ്ങളിലോട് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരാൾ വേട്ടക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് അനാവശ്യമായി പറഞ്ഞാൽ ആ വേട്ടക്കാരന് പോലും അവിടെ പോയി പരാതിപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. 2 നിലയിലും കേസെടുക്കാം. അതൊരു നിയമം നല്ലതാണ്. അതാണിപ്പോൾ വൈകിയ വേളയിൽ സർക്കാർ ആലോചിച്ച് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഫോറോ കാര്യങ്ങളോ വേണമല്ലോ. അല്ലാതെ ഈ മാധ്യമങ്ങളിൽ ഒരു ദിവസം രാത്രി 9 മണി 8 മണി തൊട്ട് 9 മണി വരെ എന്തെങ്കിലും റെവലേഷൻസ് നടത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞാൽ അലി മുമ്പേ പറഞ്ഞ പോലെ ഈ പേര് പരാമർശിക്കപ്പെടുന്നവർക്കെല്ലാം കൃത്യമായ കുടുംബങ്ങളുണ്ടല്ലോ. തെറ്റ് ചെയ്യാത്ത ആരുമില്ല. തെറ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവാം. ഏതോ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ അവർ തമ്മിൽ നടന്നിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയത്തില്ല, ആർക്കും അറിയില്ല. ഒരാൾ ഇത് പറയുന്നു, മറ്റേ എന്താ പറയുന്നത്, സ്ത്രീ സുരക്ഷിതമാവണം സമൂഹമെന്ന് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നിടത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ആ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് വേറെ ഒരാളെ മോശപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. 2 പേർക്കും നീതി ലഭിക്കണം. പിന്നെ തീർച്ചയായിട്ടും. അല്ല, നീതി എന്നുള്ളതല്ല, 2 പേർക്കും നീതി എന്നുള്ളതല്ല, തെറ്റ് ചെയ്യാത്ത തീർച്ചയായിട്ടും ഒരു പുരുഷന് നീതി ലഭിക്കണം. തീർച്ചയായിട്ടും തെറ്റ് ചെയ്ത ആളാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. അതിലും മാറ്റം. രണ്ടും ഒരേപോലെ നീതി ഉദ്ദേശിച്ചത്. തെറ്റ് ധരിക്കുകയും ചെയ്യല്ല. അമ്മ സംഘടന ഇന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. താരസംഘടന കമ്മിറ്റി പിരിച്ചുവിട്ടു. 17 അംഗ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. അതൊരു ഒളിച്ചോട്ടമല്ലേ? അല്ല, അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റാണ്. കാരണം ഇതുപോലെ ഇത്രയും ഇംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു റെവലേഷൻസും കാര്യങ്ങളും എല്ലാം വന്നു, ഡിസ്ക്ലോഷേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മ സംഘടനയെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് ഇനി അല്ലെങ്കിൽ സംഘടനയുടെ കമ്മിറ്റി പിരിച്ചുവിട്ട് കഴിയുമ്പോൾ ഈ പ്രശ്നം തീരുമെന്നുള്ള ലെവലിലേക്ക് ചർച്ച പോകുന്നത് പോലും ശരിയല്ല. കാരണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളും നിലനിൽക്കുന്നു. ഈ നിലനിൽക്കെ ഒരുപാട് പേര് അമ്മയുടെ അംഗങ്ങളാണ്, അവർക്കെതിരെയാണ് ടാർഗറ്റഡായിട്ട്. സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഇസ് നോട്ട് എബവ് ഓർ ബിലോ ഇറ്റ്, ഇറ്റ് ഇസ് ത്രൂ ഇറ്റ്. ഒരു പ്രശ്നം നമ്മൾ നേരിടേണ്ടത് അതിലൂടെ തന്നെയാണ്. അല്ലാതെ അതിൻ്റെ മുകളിൽ കൂടെ ഇത് പൊക്കോട്ടെ അല്ലെങ്കിൽ കീഴേ കൂടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പ്രശ്നത്തിന് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു
എനിക്ക് തോന്നുന്നത് അതൊരു ധൃതി പിടിച്ച അപക്വമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയാനുള്ളത്, എന്താണ് കമ്മിറ്റി കൂടുമെന്ന് പറഞ്ഞ് കമ്മിറ്റി കൂടിയിട്ടില്ല. അപ്പോൾ വിശകലനം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു റീഡിങ് വെച്ചിട്ട് ലാലേട്ടൻ ഒരു റിലക്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രസിഡൻ്റ് ആയിരുന്നു വെളിയിൽ വന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട്. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളല്ല. കാരണം അദ്ദേഹത്തിനെതിരെ 2-3 നോമിനേഷൻസ് വരെ ഉണ്ടായിരുന്നു. ലാലേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിഡ്രോ ചെയ്തത്. അപ്പോൾ ലാലേട്ടൻ വരണമെന്ന് പറഞ്ഞതെന്നുവെച്ചാൽ ഇത് മൊത്തത്തിൽ മുമ്പോട്ട് അത്തരത്തിലുള്ള ഒരാളുടെ ആവശ്യകത അവിടെ ഉണ്ടെന്നുള്ളത് ആ ഫോറത്തിന്, അതായത് അമ്മയുടെ ജനറൽ ബോഡിക്ക് തോന്നിയത് കൊണ്ടാവാമല്ലോ അദ്ദേഹത്തെ അവിടെ പിടിച്ച് ആക്കിയത്. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള ഒരു പ്രഷേഴ്സും ഒരുപാട് കാര്യങ്ങൾക്ക് പുള്ളി ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പുള്ളിക്ക് തോന്നിക്കാണ് ഞാനും രാജിവെച്ചേക്കാം. അപ്പോൾ പുള്ളി രാജിവെക്കുന്ന കൂട്ടത്തിൽ എൻ്റയർ കമ്മിറ്റിയും പറഞ്ഞാണ് നമുക്ക് വീണ്ടും ജനറൽ ബോഡിയിലേക്ക് പോകാമെന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ സോൾവ് ആവുമോ അവിടെ എന്നുള്ളതാണ്. മിണ്ടുന്നില്ല എന്നൊരു പരിഹാരമായി പിരിച്ചു ആ കമ്മിറ്റിയിലേക്ക്. അല്ല, മിണ്ടാതെ ഇരുന്നുകൊണ്ട് പരിഹാരമായോ? ആകുന്നില്ല. ഇതിപ്പോൾ പിരിച്ചു വിട്ടുകൊണ്ട് ഈ ചോദ്യങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുകയാണല്ലോ, ബാക്കി നിൽക്കുകയാണ്. ആരെയും അഡ്രസ്സ് ചെയ്താലേ പറ്റുള്ളൂ. അതെ, അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ അഡ്രസ് ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തു. സിദ്ദിഖയുടെ അഡ്രസ് ചെയ്തതിന്റെ പാരലായിട്ടാണ് ജഗദീഷ് ചേട്ടൻ ഇപ്പുറത്ത് വന്ന് പറയുന്നത് വിഭിന്നമായ അഭിപ്രായം പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ സംഘടനകളിലും ഉണ്ട്, ഐക്യമില്ലായ്മയും അഭിപ്രായ വ്യത്യാസവും അല്ല എല്ലാ സംഘടനകളിലും ഉണ്ട്. പക്ഷേ അത് അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴത്തേനും ഇത് ബൊമ്പാടി ചെയ്ത് ഇത്രയും ആരോപണങ്ങൾ വരുമ്പോൾ അത് കേന്ദ്രീകൃതമായി ഇപ്പം നാളെ ചിലപ്പം നിർമ്മാതാക്കളുടെ പേര് വരാം, സംവിധായകരുടെ പേര് വരാം. അല്ല, ഈ പേര് വരത്തില്ല, ഇതിൻ്റെ പേര് വരൽ പരീക്ഷയല്ലല്ലോ ഇത്. അതുകൊണ്ട് എന്താണ് ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്ത 7 ടേംസ് ഓഫ് റെഫറൻസിൽ ഏത് കാര്യത്തിലാണ് അതിനകത്ത് സൊല്യൂഷൻ കാണാൻ പറ്റുന്നത്? എൻ്റെ ചോദ്യം അതുമായിട്ടൊന്നുമില്ല. അല്ല, ഇപ്പോൾ സംവിധായകരുടെ സംഘടന ഫെഫ്ക ഉൾപ്പെടെ ഉള്ളവർ ഇതിന് കൃത്യമായ മറുപടി പറയേണ്ട സമയം നിങ്ങൾ നിർമ്മാതാക്കൾ സംഘം ഫെഫ്ക ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അവസാനിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കൾ വാർത്താക്കുറിപ്പ് ഇറങ്ങി ഉടൻ തന്നെ ഫെഫ്കായും ഇറക്കിയിട്ടുണ്ട്. സംവിധായകരുടെ പേരിലും ആരോപണം വന്നിട്ടുണ്ട്. അങ്ങനെ ആരോപണം വരുമ്പം ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോവുകയല്ല സംഘടന ചെയ്യേണ്ടത് എന്ന കാര്യം. അല്ല, ഒരിക്കലുമില്ല. അല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു രജിസ്റ്റേർഡ് സംഘടന എന്നുള്ള ലെവലിൽ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാനായിട്ട് ചിലപ്പോൾ ഓരോ 4 മാസം 6 മാസം കൂടുമ്പോൾ ഇലക്ഷൻ നടത്തേണ്ടി വരും. ആർക്കെതിരെയെങ്കിലും ഏതെങ്കിലും ആരോപണം വന്നു കഴിയുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകുന്നു, അടുത്ത ആൾ ഏറ്റെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ ഞാനത് പറഞ്ഞ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഇസ് ത്രൂ ഇറ്റ്. അല്ലാതെ ഒരിക്കലും നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ്, ചിലപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് നെഗറ്റീവ് ആവാം. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ ക്ലിയർ കട്ടായിട്ട് ഇന്നലെ പൃഥ്വിയും കഴിഞ്ഞ ദിവസം ടൊവിയും എല്ലാം അവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നില്ലേ. ഇവിടുത്തെ ലീഡിങ് ആക്ടേഴ്സ് അല്ലേ, വളരെ പക്വമായ രീതിയിൽ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് വേണ്ടതെന്നുള്ളത്. അല്ല, ഈ പൃഥ്വി പറഞ്ഞത് ശരിയാണ്. ഈ ഇതിനകത്ത് ഈവൻ ലൊക്കേഷനിലല്ല, ഒരു സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ഈ പീഡനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു സിനിമ തുടങ്ങുമ്പോൾ, ഞാനൊരു സിനിമ തുടങ്ങുന്നു, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ആ സിനിമയിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറൊരാളെ പോയി സ്വാധീനിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, താങ്കളൊരു പ്രതിനിധി, താങ്കൾ മുമ്പേ ചോദിച്ച പോലെ ഈ മാധ്യമങ്ങൾ എന്ത് ചെയ്ത് മാധ്യമങ്ങൾ ചെയ്യുന്നതും കൂടെ ശരിയാണെന്ന് മാധ്യമങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ചർച്ച ഫോക്കസിലേക്ക് കൊണ്ടുവരൂ. എല്ലാം ചർച്ച ചെയ്യപ്പെടണം, 100%. എല്ലാം ചർച്ച ചെയ്യപ്പെടണമെന്ന് മാത്രമല്ല, എന്താണ് ഇഷ്യൂ, ആ ഇഷ്യൂ എന്താണ് കണ്ടാൽ അതിനോടൊപ്പം തന്നെ നിന്ന് പോകണം. ഒരു വിഷയം വരുമ്പോൾ അടുത്ത വിഷയത്തിൽ അത് മറന്നു പോകരുത്. പിന്നെ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ട് അതിനകത്ത് നമുക്കൊരു 20% പരിഹാരം കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ ഈ കമ്മിറ്റി റിപ്പോർട്ട്? തീർച്ചയായിട്ടും അതിലേക്കുള്ള ഫോക്കസിലേക്ക് വരുന്നില്ല. പക്ഷേ വേറെ ലൈനിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അത് ഒരു ശരിയായ ഇതല്ലെന്ന് 100% എനിക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും നെല്ലും പതിരും തിരിച്ചറിയട്ടെ. ഈ സിനിമാ മേഖല ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പക്ഷേ അത് ഇപ്പോൾ തുടക്കമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പല രീതിയിലുള്ള ചർച്ച വന്നിട്ട് അത് ശുദ്ധീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയുള്ള പോരാട്ടം തുടരുക, മാധ്യമങ്ങളും അതോടൊപ്പം നിന്ന് ചേർന്ന് ഒരു പോരാട്ടത്തിലേക്ക് തുടരട്ടെ എന്ന് ഞാൻ ഉൾപ്പെടുന്ന പ്രതിനിധികൾ മനസ്സിലാക്കി മുന്നോട്ട് പോട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.